ഞാൻ പറയട്ടെ, ടോബി ചേട്ടൻ ലെവൽ, ആസിഫ് ഖാൻ ലെവലൊക്കെ ആവുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇതുപോലെ കമ്പനി ആയിരിക്കണം കേട്ടോ. ഞാൻ അപ്പൊ വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ആരാ എവിടെയോ കണ്ടിട്ടോ അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ കയ്യിൽ വരുന്നു അല്ല പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും. യെസ്. ഡിക്യുന്റെ കൂടെ ഉണ്ടായ ഒരു വലിയൊരു മെമ്മറി ചോദിച്ചാൽ നാളത്തെ ഷൂട്ടിന് എനിക്ക് തലേന്നാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. എല്ലാം ഞാൻ പറയുന്നത് ഇത് സംഭവം വെച്ചാൽ ഈ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഒരുപാട് കാര്യം ഒത്തു വന്നാലാണ് ഈ കാര്യം നടക്കുന്നത്. ജിതിനാണ് കുറുപ്പിന്റെ റൈറ്റർ. ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ ജിതിൻ എന്നെ റിസ്ക് എടുത്ത് വിളിക്കുകയാണ്. ജിതിൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയിൽ വിളിച്ചതാണ്. ഓഡിഷൻസ് അറ്റൻഡ് ചെയ്താണ് ഇപ്പോഴും മൂവീസ് ചെയ്യേണ്ട വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇത്ര വർഷമായില്ലേ, അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അല്ല, ബുദ്ധിമുട്ട് നമുക്കുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു സ്കൂൾ അങ്ങനെ തന്നെയാണ്. ഒട്ടും നമുക്ക് സെർട്ടനിറ്റി ഇല്ലല്ലോ. അതാണ് ഡെയിലി കോമ്പറ്റീഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് സ്ഥലത്ത് മറ്റേ പേയ്മെന്റ് ഇഷ്യൂ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കാത്ത കേസ് പല ഫീൽഡിലുണ്ട്. മമ്മൂട്ടി സാറിന്റെ ചമയങ്ങളില്ലാത്ത പുസ്തകം വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഇന്ന് നിങ്ങൾ പറഞ്ഞല്ലോ രാജാവ് എന്നൊക്കെ, അദ്ദേഹം തുടക്ക കാലഘട്ടത്തിൽ അനുഭവിച്ച ട്രോമാസ് അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ്, ആ ഒരു സ്റ്റേജുകളിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. മമ്മൂട്ടി സാറുടെ അംബേദ്കർ കണ്ട സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. തീർച്ചയായും. അപ്പൊ ബ്രില്യന്റ് ആയിട്ട് ആ ഒരു വേർഡ് അവിടെ ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തൽക്കാലം. ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാനോ ഞാൻ സെലക്ട് ചെയ്യാനോ ആളല്ല. എന്നോട് കഥകൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത്, ഞാൻ എല്ലാം ഓക്കെ എന്ന് പറയുന്നത് ആ പ്രോജക്റ്റ് ഓൺ ആവണം, പിന്നെ അവർക്ക് ഞാൻ ഓക്കെ ആയിരിക്കണം. സൂപ്പർ സ്റ്റാർ ആയിരിക്കും. സൂപ്പർ സ്റ്റാർ സുശീലിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഞാൻ വരുമ്പോ എനിക്ക് ആയിരിക്കണം. യെസ്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു BTF നെറ്റ്വർക്ക്. ഇന്ന് എനിക്കൊപ്പം കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത് സുശീൽ ആണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം ചേട്ടനെ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പരിചിതമാണ്. ആണ്, അതെ. ഒട്ടും എവിടെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫേസ്, അങ്ങനത്തെ ഒരു ഫീലാണ് ചേട്ടനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. എനിക്ക് ആദ്യമേ ചേട്ടന്റെ പേരറിയില്ലായിരുന്നു, പക്ഷെ ചേട്ടനെ അറിയാലോ, ആ ഒരു വൈബായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ചെയ്തത് കളംകാവലായിരുന്നു മമ്മൂക്കായ്ക്കൊപ്പം. മമ്മൂക്ക സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്തു അല്ലേ? ഞാൻ ആ പ്രോഗ്രാമിനുണ്ടായിരുന്നു, ഞാനത് കണ്ടാ. സന്തോഷം. അല്ല, അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഭാഗ്യം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഒരുപാട് കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒരാളാണ്. അപ്പൊ അദ്ദേഹം നമ്മുടെ പേര് പറയുന്നു, പേരിനെ കുറിച്ച് കമന്റ് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത് പറയേണ്ട ഒരു കാര്യമില്ല. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വലുപ്പം എല്ലാം കൊണ്ട് ദൈവാനുഗ്രഹം, സന്തോഷം. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു ആക്ടിങ് ഫീൽഡിലേക്ക് എത്തുന്നത്? അതിപ്പോ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഭ്രാന്താണല്ലോ. ഞാൻ ആക്ച്വലി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിലാണ് ഒരു ഓഡിഷന് കൊടുക്കുന്നത്. അത് ജോൺ പോൾ സാറിന് മുന്നിൽ വെച്ചിട്ട് ഓഡിഷൻ കൊടുക്കുന്നത്. ആ ഓഡിഷൻ വർക്കായി, പക്ഷെ ആ പ്രൊജക്റ്റ് നടന്നില്ല. പിന്നീട് ഇതിപ്പോൾ നമ്മൾ എല്ലാവർക്കും ഇത് ജസ്റ്റ് ഇഷ്ടമായിരിക്കുന്നു പറഞ്ഞിട്ടാണ് പിന്നീട് അത് വിട്ടു. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഡയറക്ടേഴ്സിനെ കാണുന്നുണ്ടെങ്കിലും അത്ര എന്താ പറയുക, വളരെ ഫോക്കസ്ഡ് ആയിട്ടും നോക്കിയിട്ടില്ല. ഇങ്ങനെ പരന്നൊരു നമ്മുടെ പരിപാടികൾ ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ കൂടെ അന്വേഷിക്കുന്നു എന്നുള്ള പോലെ. അത് കഴിഞ്ഞ് ഡിഗ്രി ചെയ്തു, പിന്നെ PG ചെയ്തു, പിന്നെ വർക്കുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. 2 വർഷം വിദേശത്തായിരുന്നു, സൗദി അറേബ്യയിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്കിന് കയറി. അപ്പോഴാണ് ഫിലിം സ്കൂളിനെ കുറിച്ച് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഇത് നോക്കണം, പിന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ കുറിച്ച് നോക്കിയ സമയത്ത് കുറച്ചും കൂടി നമ്മൾ നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കുറച്ച് ഇന്റൻസ് ആയിട്ടുള്ള ആക്ടേഴ്സ്. അപ്പോൾ അവരുടെ ഒക്കെ ജസ്റ്റ് ഒന്ന് ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അവർ ട്രെയിൻഡ് ആണ്. അപ്പം ഞാൻ എന്നെ തന്നെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ ചിലപ്പോൾ ധാരണകൾ തെറ്റാണോന്ന് അറിയില്ല. അന്ന് ഞാൻ മനസ്സിലാക്കിയത് പാഷൻ ഒരു ലോഡുണ്ട്, പക്ഷേ എൻ്റെ സ്കില്ല് അല്ലെങ്കിൽ ടാലൻറ്റ് അത് ഞാൻ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു, അത് വീണ്ടും ഫൈൻ ട്യൂൺ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കാണുന്നു, കേരളത്തിൽ കേരനാരായൺ നാഷണൽ ഫിലിം സ്കൂൾ അവിടെ മറ്റേ എൻട്രൻസിന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജോലി റിസൈൻ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ദൈവം സഹായിച്ച് എൻട്രൻസ് കിട്ടുന്നു. നാഷണൽ ലെവലിലായിരുന്നു എക്സാം, കിട്ടി. പിന്നെ അതൊരു 3 ദിവസത്തെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതും ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ ഒരു അവിടുത്തെ ഒരു 2016 ഞാൻ ഫിലിം സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ ഒരു 6 വർഷത്തെ ഓറിയൻറ്റേഷൻ അങ്ങനെ ഫൈൻ ട്യൂണായി, നമുക്കൊരു പ്രോപ്പർ ഓറിയൻറ്റേഷൻ കിട്ടി. സ്റ്റിൽ ഞാൻ ഫൈൻ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്തോ
കുറച്ച് മനസ്സിലാക്കാൻ സാധിച്ചത് അവിടെ നിന്നാണ്. ഗുരുക്കന്മാർ, നല്ല ആശാന്മാരെ കിട്ടി, നല്ല ടീച്ചേഴ്സിനെ കിട്ടി. അതാണ് എൻ്റെ ഒരു സ്കൂള്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാരും ആക്ടിങ് പാഷനേറ്റ് ആയിട്ട് ആക്ടിങ് ട്രൈ ചെയ്ത് നടക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണലി കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി കൂടിയ വട്ടമുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അതാണ് ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഭ്രാന്ത് ചികിത്സ വേണമല്ലോ. ഭ്രാന്ത് കൂടിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഭ്രാന്ത് മാറണം, അല്ലെങ്കിൽ ചികിത്സിക്കണം. അപ്പൊ നിലവിൽ എന്റെ ചികിത്സ ഇതാണ്, ആ ഭ്രാന്തിന്റെ ഒപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. എവിടെ വരുത്തുന്ന അറിയില്ല, ബട്ട് സംഭവം ഞാൻ സോഫാർ ഹാപ്പിയാണ്. കാര്യങ്ങൾ ഡിലേ ആണോ എന്ന് ചോദിച്ചാൽ ഡിലേ അല്ല, ബട്ട് സ്റ്റിൽ കാര്യങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്, ഹാപ്പിയാണ്. അതെ, കുറിപ്പില് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു, കുറെ പ്രോമിനന്റ് വർക്ക്സില് ഭാഗമായിട്ടുള്ള ഒരാളാണ്. എങ്ങനെയായിരുന്നു കുറിപ്പിലേക്കുള്ള ഒരു എൻട്രി വന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് കോഴ്സ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ പോലെ നോട്ടിഫിക്കേഷൻ വരുന്നു, കാസ്റ്റിംഗ് കോൾസ് വരുന്നുണ്ട്. അപ്പോൾ മറ്റേ ശ്രീനാഥ് രാജേന്ദ്രൻ, ദുൽഖർ സൽമാൻ, ഡ്രീം പ്രോജക്റ്റ് കുറിപ്പിന്റെ അനൗൺസ്മെന്റ് വരുന്നു. അപ്പോൾ അതിന്റെ കാസ്റ്റിംഗ് കോൾ കാണുന്ന സമയത്ത് ഒബ്വിയസ്ലി അതിന്റെ ഡ്രീം പ്രോജക്റ്റ് ആണ്. അപ്പം എന്തായാലും അവരുടെ മേജർ കാസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് ജസ്റ്റ് ഒരു ലൈക്ക് ഒരു പ്രൊമോഷൻ കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നാം അത് വിട്ടു. പക്ഷെ അത് എന്തുകൊണ്ടാണ്, എനിക്ക് പോകാൻ വേണ്ടിയിട്ടാണെന്ന് അറിയില്ല, അതിന്റെ ഓഡിഷൻ നടന്നത് പാലക്കാടാണ്. അപ്പൊ ഞാനിപ്പോൾ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ ആഴ്ചയൊന്നും വരില്ല. പക്ഷെ അന്ന് എന്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ വന്ന സമയത്ത് ഓഡിഷൻ നാളെ ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വേറൊരു ആവശ്യത്തിന് പാലക്കാട് പോകേണ്ടി വന്നു. സംഭവം ഇങ്ങോട്ടും പോയി. ഇങ്ങോട്ട് ഞാൻ വെളുപ്പിന് പോയി നോക്കി. വെളുപ്പിന് ഒരു ഓഡിഷൻ ടൈമിംഗ് 10 മണിയാണെങ്കിൽ ഞാനൊരു 8:30 സംതിങ് എനിക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. പോയി നോക്കിയപ്പോൾ ഓൾറെഡി അതിനു മുന്നേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഓഡിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ഓഡിഷനും കൊടുക്കുന്ന പോലെ ഈ ഓഡിഷനും കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൊടുത്തു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഒട്ടും പ്രതീക്ഷയില്ല. ബിക്കോസ് ദ റീസൺ ഈസ് ലൈക്ക് ഇതൊരു ഡ്രീം പ്രോജക്റ്റ് ആണല്ലോ, വലിയൊരു പ്രോജക്റ്റ് ആണ്, അതിന്റെ ഭാഗമാവാൻ നമ്മളുടെ ഒരു കാര്യമില്ല. അപ്പോൾ ബട്ട് സ്റ്റിൽ ഷൂട്ട് തുടങ്ങിയെന്ന് അറിയുന്നു. അപ്പോൾ പിന്നെ ഉറപ്പിച്ചു നമ്മുടെ പരിപാടി ഇല്ല, നമ്മൾ കഴിഞ്ഞത് മറന്നു. അപ്പോൾ പിന്നീട് എനിക്കൊരു കോൾ വരികയാണ്, കുറിപ്പിന്റെ ടീമിൽ നിന്നാണ്, ഒന്നുകൂടെ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് അയച്ചു തരണം. ഓക്കെ, അയച്ചു കൊടുത്തു. പിന്നെയും നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിന്റെ ഷൂട്ട്സിന്റെ പല അപ്ഡേറ്റ്സും കിട്ടുന്നുണ്ട്. സോ അത് കഴിഞ്ഞു. പിന്നീട് ഒരു ദിവസം എനിക്കൊരു കോൾ വരികയാണ്. അന്നും ഞാൻ നാട്ടിൽ വന്നിരിക്കുന്ന സമയം, വേറെ അത്യാവശ്യമായിട്ട്. അപ്പോൾ എനിക്കൊരു കോൾ വരുന്നു, കുറിപ്പിന്റെ അസിസ്റ്റന്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് ഇവിടെ ഇതിനകത്ത് നിങ്ങളുടെ പരിപാടി ഉണ്ട്, നിങ്ങൾ സെലക്റ്റഡ് ആണ്, ഒന്ന് നേരിട്ട് കാണണം, നാളെ വരാൻ പറ്റുമോ, അല്ല ഇന്ന് വരാൻ പറ്റുമോ? യെസ്, ഇന്ന് വരാൻ പറ്റും, സെലക്ട് ആണോ, നിങ്ങളൊന്ന് കാണണം. അപ്പോൾ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല, ഇന്നൊന്ന് കാണണം, ഡയറക്ടർക്ക് ഒന്ന് കാണേണ്ട കാര്യമായിട്ട് വരാൻ പറ്റുമോ ചോദിച്ചു. അപ്പം എനിക്ക് രാവിലെ വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടായിരുന്നു, എന്തോ ബൈക്കില്ലാതിരിക്കാൻ എന്തോ റീസൺ ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി എൻ്റെ അടുത്തില്ല, കുഴപ്പമില്ല, വൈകുന്നേരം വന്നാൽ മതി. അങ്ങനെ വൈകുന്നേരത്തേക്ക് ഒരു പോസ്റ്റ്പോൺ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലൊക്കേഷനിലേക്ക് ഞാൻ പോകുന്നു, ശ്രീനാഥേട്ടനെ കാണുന്നു, എൻ്റെ പോർട്ട്ഫോളിയോ നോക്കി. അപ്പോൾ അറിയിക്കണ്ടോ പറഞ്ഞു. അപ്പോൾ തിരിച്ച് ഞാൻ ബൈക്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോൾ വരികയാണ്, നിങ്ങൾ സെലക്റ്റഡ് ആണ്, നാളെ നൈറ്റാണ് ഷൂട്ട് എന്ന് പറയുന്നത്. അങ്ങനെ നാളത്തെ ഷൂട്ടിന് എനിക്ക് തലേന്നാണ് എന്നെ ബ്ലോക്ക് ചെയ്യുന്നത്. എല്ലാം ഞാൻ പറയുന്നത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഈ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ഒരുപാട് കാര്യം ഒത്തു വന്നാലാണ് ഈ കാര്യം നടക്കുള്ളൂ. ഒരു പക്ഷെ ഞാൻ അന്ന് നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ കോൾ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കോൾ എനിക്ക് ലൈക്ക് ആ കോളിനനുസരിച്ച് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഞാനവിടെ അവൈലബിൾ ആണ്, എനിക്ക് വേറെ പരിപാടി ഇല്ല. പരിപാടി മീൻസ് വേറെ സാധനം, ഞാൻ ലോക്കല്ല. അപ്പൊ എല്ലാം ദൈവം സഹായിച്ച് ഒത്തു വന്ന സമയത്ത് അന്ന് വന്നു. ആ ലൊക്കേഷന്റെ ഭാഗമാകാൻ പറ്റി, ആ സിനിമയുടെ ഭാഗമാകാൻ പറ്റി. നല്ലൊരു മെന്ററിങ് ആണ് അവിടെ നടന്നത്. അവർ നല്ല കോപ്പറേറ്റ് ചെയ്തു, പല കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. ബിക്കോസ് ഞാൻ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പോൾ ഓരോ തവണയും ഷൈൻ ചേട്ടനാണെങ്കിൽ പറഞ്ഞിരുന്നു, ശ്രീനാഥേട്ടൻ ഓടി വന്നിട്ട് പറഞ്ഞിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കുറിപ്പ്. ഡിക്യുന്റെ കൂടെ ഉണ്ടായ ഒരു വലിയൊരു മെമ്മറി ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? സത്യം പറഞ്ഞ ആ മെമ്മറി ഓർത്തത് ആ സീനിന്റെ എക്സ്പീരിയൻസിനാണ് ഏറ്റവും വലിയ മെമ്മറി. കാരണം ഇത് ത്രൂ ഔട്ട് ഷൂട്ട് പോയി. അപ്പൊ നൈറ്റ് എനിക്ക് തോന്നുന്നു ഒരു 7 മണി 7:30 ഷൂട്ട് തുടങ്ങിയിട്ട് കാലത്ത് 3 മണി 4 മണിക്കാണ് ഷൂട്ട് തീരുന്നത്. അപ്പം ഞാൻ നിൽക്കുന്നത് തന്നെ ഞാനൊരു വാവ് മൊമെന്റിലാണ് ടോട്ടലി നിൽക്കുന്നത്. കാരണം ഇപ്പുറത്ത് ഡിക്യു ഉണ്ട്, അപ്പുറത്ത് ലൈക്ക് ഷൈൻ ചേട്ടനുണ്ട്, പിന്നെ ശ്രീനാഥേട്ടനുണ്ട്. മൊത്തത്തില് പരിപാടി നമ്മൾക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ലൈക്ക് ഇത് ഒരു ഡ്രീം ഫാക്ടർ ആണോ എന്താണെന്ന് പറഞ്ഞു. ആ പരിപാടി തന്നെ ടോട്ടലി എനിക്കൊരു മെമ്മറി ആണ് സത്യം. പിന്നെ പടം വരുന്നു, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു. ആ സീൻ ഭയങ്കര ഡൈനാമിക്സ് ഉള്ള സീനാണെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നു. എല്ലാവരും വിളിച്ച് നല്ല അഭിപ്രായം പറയുന്നു. ഇപ്പൊ നിങ്ങളും സീനിനെ കുറിച്ച് പറയുന്നു, സന്തോഷം. അത് തന്നെയാണ് ഏറ്റവും വലിയ മെമ്മറി. അതെ, ഓക്കെ. അപ്പൊ അതേപോലെ കളങ്കാവലിലും
രാജാവിനൊപ്പവും രാജകുമാരനൊപ്പവും വർക്ക് ചെയ്ത ആളാണ് അല്ലേ? എന്തെങ്കിലും സിമിലാരിറ്റി ഫീൽ ചെയ്തോ അവരുടെ രണ്ടുപേരിൽ എന്തെങ്കിലും ഒക്കെ? അല്ല, ഇതിൽ ഫാക്ട് എന്താന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കളങ്കാവലിൽ ഞാൻ മമ്മൂട്ടി സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. രണ്ടും വേറെ വേറെ. മറ്റേതെന്ന് വെച്ചാൽ ദുൽഖർ സാറിന്റെ കൂടെ. ശരിയാണ്, ഇതിനകത്ത് കോമ്പിനേഷൻ അല്ല അല്ലെ, ഇല്ല. ആ കോമ്പിനേഷൻ വേറെ രണ്ടുപേരാണെന്ന് തോന്നുന്നു വരുന്നതെന്ന് തോന്നുന്നു. ശരിയാ, ജസ്റ്റ് മിസ്സിൽ അങ്ങാണ്ട് പോകും. അതെ 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 അതെ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കോമ്പിനേഷൻ ഞാൻ ആഗ്രഹിച്ചത് നടന്നത് ആ സ്റ്റേജിലാണ്. അപ്പൊ എനിക്ക് അത്ര എടുത്തു പറയാൻ പറ്റില്ല. ജസ്റ്റ് ദൂരത്ത് ഞാനൊരു മമ്മൂട്ടി സാറിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം സെറ്റിൽ പോയിരുന്നു. അപ്പൊ ദൂരത്ത് മമ്മൂട്ടി സാറിനെ കണ്ടു എന്നല്ലാതെ എനിക്ക് അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. ശരിയാ, ആ തമിഴ്നാട്ടിലെ സീനില്ലേ ഉള്ളത്. അതെ അതെ അതെ. ഓക്കെ. അപ്പം അതുപോലെ തന്നെ കുറെ ഏതാണ് സോമന്റെ കൃതാവിലും നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് സംഭവിച്ചത് നമ്മൾ ഈ പറഞ്ഞ പോലെ അവസരം ചോദിച്ചുള്ള അന്വേഷണത്തില് ഒരു ഓഡിഷന് കോൾ വരികയാണ്. കാസ്റ്റിംഗ് ഡയറക്ടർ എന്നെ വിളിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ മൂവീസും ഓഡിഷൻ അറ്റൻഡ് ചെയ്ത് തന്നെയാണോ ചെയ്തിരിക്കണേ? അല്ല, ഇതല്ല, കളങ്കാവലല്ല. കാരണം ജിതിനാണ് കുറിപ്പിന്റെ റൈറ്റർ. അപ്പോ ആ ദിവസത്തെ ഷൂട്ടിൽ ഞാൻ ജിതിനെ പരിചയപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും വർഷത്തെ ഒരു പരിചയത്തില് ഒരു ഓഡിഷൻ പോലും ഇല്ലാതെ ജിതിൻ എന്നെ റിസ്ക് എടുത്ത് വിളിക്കുകയാണ്. ജിതിൻ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള മെന്റാലിറ്റിയിൽ വിളിച്ചതാണ്. അല്ലാതെ ഇപ്പൊ കാരണം ആ വേഷം ചെയ്യാൻ ഒരു പോപ്പുലർ ഫേസിനെ കിട്ടും. കാരണം ഇത്രയും വലിയൊരു പടം, ഇത്രയും സ്കെയിലുള്ള ഒരു പടമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷെ അതൊന്നും ചെയ്യാതെ പുള്ളി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരൊറ്റ മൈൻഡ് സെറ്റിലാണ് വിളിച്ചത്. അതാണ് അങ്ങനെ സംഭവിച്ചത്. സോമന്റെ കൃത ഓഫ് കോഴ്സ് ഓഡിഷൻ ആയിരുന്നു. ഓക്കെ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം പ്രത്യേകിച്ച് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ട് വന്ന ഒരാളാണ്. പക്ഷെ വേണ്ട വിധത്തിലുള്ള ഒരു അപ്രീസിയേഷൻ കിട്ടുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ? ലൈക്ക് ഇതിന് വേണ്ടിയിട്ട് നിന്ന് നമ്മളിപ്പം എന്താ പറയാ, പല മേഖലയിലുള്ള ഉള്ളവര് വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് സിനിമ എന്ന് പറയുന്നത്. ഇത് പഠിച്ചവർക്ക് ഡിമാൻഡ് ഉണ്ട് അങ്ങനൊന്നും ഇല്ല. പക്ഷെ എങ്കിൽ പോലും അതിന് വേണ്ടിയിട്ട് പ്രയോറിറ്റി കൊടുത്ത് പഠിച്ച ഒരാളാണ്. അപ്പം ആ വേണ്ട വിധത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്താണ് ഇപ്പോഴും മൂവീസ് ചെയ്യേണ്ട വരുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇത്ര വർഷമായില്ലേ, അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറുണ്ടോ? അല്ല, ബുദ്ധിമുട്ട് നമുക്കുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു സ്കൂൾ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോ എന്നെ പറയുന്ന സമയത്ത് ഞാൻ ട്രെയിൻഡ് ആണെന്ന് പറയുന്നു. പക്ഷെ കൊച്ചിയിൽ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി ആൾക്കാർ ട്രെയിൻഡ് ആണ്. നമ്മൾ ഒരുപക്ഷെ അവർ ഒരു വർഷത്തെ കോഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 3 വർഷത്തേക്കും 6 മാസത്തെ ആയിരിക്കും. എല്ലാവരും ട്രെയിൻഡ് തന്നെയാണ്. എവിടെ അപ്പൊ നമുക്ക് പഴയ പോലെ ട്രെയിനിങ് ഇല്ലാത്ത ആളുകൾ കുറവാണ്. ഏതെങ്കിലും തരത്തിലുള്ള വർക്ക്ഷോപ്സിനൊക്കെ പോയി ട്രെയിൻഡ് ആണ്. പിന്നെ ഈ ഓഡിഷന് പോകുന്ന സമയത്ത് സംഭവിക്കുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ, ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് എന്റെ ചെറിയ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. എനിക്ക് വലിയ ധാരണ അതിനെ കുറിച്ചില്ല, ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഓഡിഷന് അവർക്കൊരു ക്യാരക്ടറിന് വേണമല്ലോ. അവർക്കിപ്പോ എല്ലാവരെയും ചെന്ന് അന്വേഷിക്കാൻ പറ്റില്ല. മനസ്സിലായി, എല്ലാവരും പോപ്പുലർ ഫേസും അല്ല, എല്ലാവരും ഫെമിലിയർ അല്ല. അപ്പൊ ഒരു ഓഡിഷൻ വെക്കുന്നത് ചിലപ്പം ഈ പറഞ്ഞ പോലെ ഒരു പക്ഷെ ടാലന്റും കൂടെ അളക്കാനാണെങ്കിലും അതിൽ കൂടുതൽ ലുക്ക് അവർക്കൊരു സിമിലാരിറ്റി വേണം, അവർക്കൊരു ടൈമിംഗ് വേണം. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു ബിസിനസ് ആണ്. അപ്പൊ അവിടെ ഓരോ ഫ്രെയിമിലും അവർക്ക് അധികം പൈസ ചെലവാക്കി മീൻസ് അൺനെസസറി കളയാൻ പറ്റില്ല. അപ്പൊ ഏറ്റവും വേസ്റ്റേജ് കുറച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ തോന്നുന്നത് ഓഡിഷൻ വെക്കുന്നതും. ഓഫ്കോഴ്സ് അതുകൊണ്ട് തന്നെ ആയിരിക്കും മെജോറിറ്റി കേട്ടോ. ജെനുവിൻലി ഐഡിയൽ സിറ്റുവേഷനിൽ ഓഡിഷൻ വെക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്, കറക്റ്റ് ക്യാരക്ടർ കാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഫെമിലിയർ ഫേസ് എത്ര പേരിനെ അറിയാൻ പറ്റും, അല്ലാത്ത ആൾക്കാരിനും വേണമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഓഡിഷൻ വെക്കുന്നത് തോന്നുന്നു. പിന്നെ ഇതിന്റെ ഒരു പരിപാടി അങ്ങനെയാണ്. നമ്മളിപ്പോ ഓഡിഷന് ഇവിടെ പറയുമ്പോൾ നമ്മൾ എന്ത് തരത്തിലാണ് മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. ഇപ്പൊ നമ്മൾ ഹോളിവുഡിലുള്ള ആക്ടേഴ്സിന്റെ ഇപ്പൊ ഡസ്റ്റിൻ ഹോഫ്മാന്റെ ആണെങ്കിലും അല്ലെങ്കിൽ ടോം ഹാങ്സിന്റെ ഒക്കെ നമ്മൾ അവരുടെ മാസ്റ്റർ വർക്ക്ഷോപ്സ്, ഇന്റർവ്യൂസ്, മാസ്റ്റർ ക്ലാസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് കാണുമ്പോൾ അവർ ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരും ഓഡിഷൻസ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഓഡിഷൻസ് കൊടുത്ത് അത് വൺസ് അത് ഹിറ്റ് ആവും, റൈറ്റ് ടൈമിന് റൈറ്റ് സ്ഥലത്ത് നമ്മളെ മാച്ച് ചെയ്യുന്ന ഒരു സാധനം വരും. ഒരുപക്ഷെ ഞാൻ ഇന്ന് പെർഫോം ചെയ്തതായിരിക്കില്ല ഓഡിഷന്റെ കേസിൽ നാളെ പെർഫോം ചെയ്യുന്നത്. ഒരുപാട് കാരണങ്ങൾ ഒത്തുവരണമല്ലോ. അപ്പൊ കറക്റ്റ് സ്ഥലത്തും പെടും. ഓഡിഷൻ തന്നെയാണ് അതിന്റെ ഒരു ഐഡിയൽ വേ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലപ്പോ നാളെ ധാരണ തെറ്റുണ്ടോ അറിയില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സിനിമ എന്ന് പറഞ്ഞിറങ്ങുമ്പോൾ നമ്മൾ ഫിനാൻഷ്യലി ഒക്കെ ഭയങ്കരമായിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മൾ ഒന്നുകിൽ നമുക്ക് ഫിനാൻഷ്യലി നല്ല ബാക്കപ്പ് വേണം, അല്ലെങ്കിൽ നമ്മൾ സൈഡിൽ കൂടെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ നല്ല ഒരു ഫേസിലായിരിക്കണം. അപ്പം ഇതില് എന്താണ് തോന്നുന്നത് ആ ഒരു രീതിയിൽ? ഇപ്പം സ്വന്തം ജീവിതത്തിൽ നിന്ന് എന്താണ് ഫീൽ ചെയ്യുന്നത്?
എൻഡ് ഓഫ് ദ ഡേ മണി മാറ്റേഴ്സ്. ഉം, പറഞ്ഞത് നമുക്കിപ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞ ഒരു ബേസിക് സാധനം ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം ലൈക്ക് ഇപ്പം എനിക്ക് പറയുമ്പോൾ എനിക്ക് 5 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു പ്രോജക്റ്റ് കിട്ടി, ഉം. നല്ലൊരു പ്രോജക്റ്റ്. ഈ 5 വർഷം ഞാൻ സർവൈവ് ചെയ്താലേ 5ാമത്തെ വർഷം എനിക്ക് ആ പടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ Exactly. സർവൈവ് ചെയ്യാൻ നമുക്ക് പൈസ വേണം. പൈസ നമ്മൾ ജെനുവിൻലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു സൈഡ് ഇപ്പോൾ ലൈക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചില ആളുകൾ പാർട്ട് ടൈം ജോബ് എനിക്ക് പറ്റില്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യണം. അപ്പോൾ മണി മാറ്റേഴ്സ്. അത് പക്ഷേ നമ്മൾ ഈ അന്വേഷണം നിർത്തിക്കൊണ്ടല്ല ജോലി ചെയ്യേണ്ടത്. അത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഒരു തരത്തിൽ പറയുമല്ലോ, ലൈക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുക ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സാധനം നമ്മുടെ കയ്യിൽ വരുന്നു അല്ല പറയുന്നത്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും. യെസ്. അതാണ് ഇതിന്റെ പരിപാടിയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ജോലി ചെയ്യാൻ മണി മാറ്റേഴ്സ്, പൈസ വേണം, അതൊരു നിർബന്ധമായിട്ടൊരു കാര്യമാണ്. കാരണം നമുക്ക് സർവൈവ് ചെയ്യണ്ടേ. അതെ. പക്ഷെ ഇതിലൊരു ജെന്യുവിൻ കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് ലൈക്ക് ഇപ്പോൾ സിനിമയിലോ മീഡിയയിലോ എന്തിനും വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ ജെന്യുവിൻ ആയിട്ട് പേയ്മെന്റ് കിട്ടണം എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു കാര്യമുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ലൈക്ക് നിങ്ങൾക്ക് അവസരം തന്നില്ലേ എന്നൊരു സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അതൊരു ഒരു നല്ലൊരു പ്രവണതയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഫുൾ ടൈം ആയിട്ട് മൂവിയിൽ നിൽക്കുന്നുണ്ട്, ഇപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വർക്ക് വരാത്ത സമയത്തും ഫുൾ ടൈം ആയിട്ട് മൂവി എന്ന് പറഞ്ഞ് തന്നെ ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നൈല ഉഷ ചേച്ചി സ്റ്റിൽ ഷീസ് ആങ്കർ ആണ്, പുള്ളിക്കാരി RJ ആണ്. അപ്പം അതുപോലെ പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കിപ്പം ഇത് ഉണ്ടെങ്കിലും നമുക്കൊരു ഫിനാൻഷ്യൽ ബാക്കപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് അത് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം ഇതിനു വേണ്ടി പഠിച്ച് വന്ന ഇപ്പം ചേട്ടനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യണുണ്ടോ ഇതിന്റെ കൂട്ടത്തില്? ഇല്ല, ഞാനിപ്പം ആഡ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ആഡ്സ് അല്ലെങ്കിൽ വീഡിയോ പ്രസന്റിങ്, ഇത് ആക്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ബേസിക് തിങ്, അടിസ്ഥാനപരമായിട്ടുള്ള നഗ്നമായ സത്യം എന്താണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ പാഷൻ മൂത്ത സമയത്ത് വേറെ നിവൃത്തിയില്ലാത്ത വീട്ടുകാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ ലൈക്ക് ആക്ടിങ്ങുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം, ആക്ടിങ് പഠിക്കണം, അല്ലെങ്കിൽ സിനിമയാണ് എൻ്റെ മെയിൻ എന്ന് പറയുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ അച്ഛൻ പറയുകയാണ്, നീ സ്വന്തം കാര്യം നോക്കിക്കോ, ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചേ ബുദ്ധിമുട്ട് അവിടെ നിർത്തും. എവിടെയോ എൻ്റെ പാഷൻ മൂത്ത സമയത്ത് ഓഫ് കോഴ്സ് എൻ്റെ വീട്ടുകാർ എന്നെ വേറെ നിവർത്തിയില്ലാഞ്ഞിട്ടാണോ മനസ്സിലാക്കിയിട്ടാണോ കൺഫ്യൂഷനാണ്. പക്ഷെ അവരെന്നെ സഹായിച്ചത് കൊണ്ടും അവരെന്നെ മനസ്സിലാക്കിയത് കൊണ്ടും അവരെൻ്റെ അടുത്ത് വളരെ സ്റ്റബേൺ ആയിട്ട് എതിർത്ത് നിൽക്കാത്തത് കൊണ്ടാണ് ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് കേട്ടോ. സത്യമാണ്. നല്ലത്. ശരിക്കും അങ്ങനത്തെ സപ്പോർട്ടീവ് ആയിട്ടുള്ള പേരൻസിന്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പാഷനൊക്കെ പറയുമ്പോഴത്തേക്ക് എല്ലാവരും കൈയൊടിയുന്നതാണ് കണ്ടിട്ടുള്ളത് യൂഷ്വലി. പക്ഷെ അങ്ങനെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് പാരന്റ്സ്. അത് എന്താന്ന് വെച്ചാല് ഇത് ഒട്ടും നമുക്കൊരു സെർട്ടനിറ്റി ഇല്ലല്ലോ. അതാണ് ഡെയിലി കോമ്പറ്റീഷൻ അല്ലേ. ഇപ്പൊ നമ്മൾ വേറെ എനിക്കറിയാം, എൻ്റെ അറിവിൽ വേറെ ഏത് ജോലിയേക്കാൾ കൂടുതൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്തൊരു മേഖലയാണ് ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപക്ഷെ നായക വേഷമായിട്ട് അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് അടിച്ചതിലെ ആളുകൾക്ക് പോലും പിന്നീട് സിനിമകൾ കിട്ടാതിരുന്നിട്ടുണ്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. എല്ലാം നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. അപ്പൊ ഈ ഒരു ടെൻഷൻ എന്തായാലും ഓഫ് കോഴ്സ് ഭൂരിഭാഗം വീട്ടുകാർക്കുണ്ടാവും, അറിയുന്ന വീട്ടുകാർക്ക്. പിന്നെ ഇതിനെക്കുറിച്ച് അറിയാത്ത വീട്ടുകാരുണ്ടല്ലോ. ഇപ്പൊ ഞാനൊക്കെ വരുന്നത് പക്ക ഗ്രാമപ്രദേശത്താണ്, അവിടെ നിന്ന് സിനിമയിലൊന്നും ആരും ഇല്ല. അപ്പൊ സിനിമയെല്ലാം തിയേറ്ററിൽ പോയി കണ്ടിട്ടോ, സിനിമ അല്ലെങ്കിൽ സലൂൺ ബാർബർ ഷോപ്പിലുള്ള ഫിലിം മാഗസിൻസ് വായിച്ചിട്ടാണ് ഈ സിനിമയെ കുറിച്ചൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. കുറെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടിട്ടുള്ള ധാരണകളുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് എന്നെപ്പോലെ ഞാൻ വന്ന പോലെ സ്ഥലത്തുള്ള ആളുകളിൽ നിന്നും ഒരു സപ്പോർട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല, അത് നാച്ചുറലാണ്. ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ആരാ ഈ ഒരു ഫീൽഡില്? ഇൻസ്പിറേഷൻ ഒരു ലോഡ് ആൾക്കാരാണ്. ഞാനിതിന് ഇപ്പോൾ നമ്മള് ചമയങ്ങളില്ലാതെ എന്ന് പറഞ്ഞ മമ്മൂട്ടി സാറിന്റെ പുസ്തകം വായിച്ച സമയത്ത് ഓഫ് കോഴ്സ് അതിൽ നിന്ന് കിട്ടിയ ലോഡ് ഇൻസ്പിറേഷൻ ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ സ്കൂളിൽ പോയ സമയത്ത് പല ആശാന്മാരും നമുക്ക് വന്നിട്ട്, പല ടീച്ചേഴ്സും വന്നിട്ട് പല ആളുകളെയും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇസഡോറ ഡങ്കൻ എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മീൻസ് പുള്ളിക്കാരിയുടെ പുസ്തകം വായിച്ച സമയത്ത് അതിന് ഇൻസ്പയർഡ് ആണ്. ചാപ്ലിൻ്റെ ബുക്സിൽ ഇപ്പോൾ എൻ എം പിള്ള സാറുടെ ഞാൻ എന്ന് പറഞ്ഞ പുസ്തകം എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ഹൈയിലേക്ക് കൊണ്ടുപോകും. അത്രയും ഇൻസ്പയർഡ് ആണ് ബുക്ക്. ആ എൻ എൻ പിള്ള സാറിൻ്റെ ഞാൻ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്തുള്ള എക്സ്പീരിയൻസിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാവ് ഫാക്ടറാണ്.
പിന്നെ ഓഫ് കോഴ്സ് മാസ്റ്റർ ക്ലാസ് കുറേ പേരുണ്ട് നമ്മൾ കണ്ടിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഡസ്റ്റിൻ ഹോഫ്മാൻ്റെ അല്ലെങ്കിൽ ടോം ഹാങ്സിൻ്റെ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ അവരുടെ ഇത് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പറയുന്ന സമയത്ത് നസ്രുദ്ദീൻ ഷാ ഇൻസ്പയർഡ് ആണ്, ഓം പുരി, പിന്നെ നവാസുദ്ദീൻ സിദ്ദിഖി, പിന്നെ ഇപ്പോൾ മനോജ് ബാജ്പേയി, പിന്നെ കുറേ പേരുടെ കുറേ പേരുടെ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. കുറേ പേരുടെ വർക്കിൽ ഭയങ്കര നമ്മൾ കണ്ടിട്ട് വാവ് എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പം മമ്മൂട്ടി സാറുടെ അംബേദ്കർ കണ്ട സമയത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്, ഭയങ്കര രസമല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ. കാരണം എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. അപ്പം നമ്മൾ അംബേദ്കർ സിനിമ കാണുന്ന സമയത്ത് ആ ലൈഫ് സ്പാൻ കാണിക്കുന്നുണ്ട്, ഓരോ ലൈഫിലും ആ പറയുന്ന രീതി. പിന്നെ നമ്മൾ ഹോളിവുഡിൽ നോക്കുന്ന ഡാനിയൽ ഡേ ലൂയിസ്, അപ്പോൾ ഫുള്ള് ഡാനിയൽ ഡേ ലൂയിസിന്റെ വർക്ക്സ് കാണുന്ന സമയത്ത് ആ ഡിക്ഷൻ, ആ ഒരു സ്ലാങ്, ബോഡി ലാംഗ്വേജ്, ഇതെല്ലാം പുള്ളി മാറ്റും. ഭയങ്കര രസമാണ് കണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇൻസ്പയർഡ് ആണ്. ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എനിക്ക് പേര് കൺഫ്യൂസ്ഡ് ആണ്. അതെ, ഓക്കെ. ഇപ്പം എന്താണ് ലൈക്ക് ഇനി ഫ്യൂച്ചറിൽ സിനിമയിൽ എന്തായി തീരണം എന്നാണ് ഒരു ആഗ്രഹം? നമുക്കൊരു മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന പോയിന്റ് പറയണ്ട, ഓപ്പൺ ആയിട്ട് പറയണ്ട, പക്ഷെ ഏതൊരു പൊസിഷനിലാണ് ഫ്യൂച്ചറിൽ സുശീൽ എന്ന ആക്ടറിനെ കാണുന്നത്? അത് പറഞ്ഞു വെച്ചിട്ട് അത്യാഗ്രഹമായി പോകുമോ എന്നൊരു സംശയം. നമ്മള് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളം നമുക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ പറയുന്നത് എവറസ്റ്റ് ആണോ എന്നൊരു സംശയം. അങ്ങനെ എല്ലാം നമ്മൾ ചിലതിനെ കുറിച്ച് കേട്ടിട്ടില്ലേ, ലൈക്ക് ഭയങ്കര വേഴ്സറ്റൈൽ ആക്ടറാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ പലരും പല ഡിസ്കഷനിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആ ക്യാരക്ടർ നമുക്ക് മറ്റേ വിളിച്ചാലോചിക്കുമ്പോൾ അത് ശരിയാവും ആ ക്യാരക്ടർ എന്ന് പറയുന്നത് പോലെ അല്ലാതെ എന്ത് തന്നാലും മോശമല്ലാത്ത രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലുള്ള ഒരു ആക്ടറായി മാറണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ആഗ്രഹമാണോ അത്യാഗ്രഹമാണോ എന്ന് എനിക്ക് അറിയില്ല, കണ്ടറിയാം. ഓക്കെ, ഒരു നായകൻ അല്ലെങ്കിൽ ഒരു ഹീറോയിക് ലെവലിലാണോ അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസ്, അങ്ങനെ എന്താണ്? ഒരു എന്ത് തന്നാലും വൃത്തിക്ക് ചെയ്തു വെക്കണം. ഓഫ്കോഴ്സ് എന്റെ ആഗ്രഹത്തിൽ നായകനാവണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് മറ്റേ ജെന്യൂൻ ആയിട്ടുള്ള ആഗ്രഹമാണോ എന്റെ അത്യാഗ്രഹമാണോ എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ നായകനാവണം എന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ക്യാരക്ടർ തന്നാലും വില്ലൻ വേഷമോ അല്ലെങ്കിൽ ഏത് തന്നാലും എൻ്റെ അടുത്ത് സേഫ് ആയിരിക്കണം എന്ന തലത്തിലേക്കാണ് എൻ്റെ സ്കില്ല് വളരേണ്ടത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പട എനിക്ക് തോന്നുന്നു ഒരു വലിയ കാസ്റ്റ് ഉള്ള ഒരു മൂവി ആയിരുന്നു അല്ലെ? ശരിക്കും ഇങ്ങനെ മൾട്ടി കാസ്റ്റ് മൂവീസ് വരുമ്പോഴത്തേക്ക് എന്താണ് ഒരു എക്സൈറ്റ്മെന്റ് കൂടുതൽ ഉണ്ടാവോ അതിലൊരു പാർട്ട് ആവുമ്പോഴേ? ഓഫ്കോഴ്സ് നമ്മൾ സിനിമയുടെ ഭാഗം, കാരണം ആ സമയത്തൊക്കെ അതിന്റെ തുടക്കകാലമാണ്, തുടങ്ങുന്നത് തന്നെ അങ്ങനത്തെ സിനിമയിലാണ്. അപ്പോൾ അതിനകത്ത് അതിന്റെ ഡയറക്ടർ കമൽ കെ എം സാർ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം FTA പാസ് ഔട്ട് ആണ്. അദ്ദേഹത്തിന് മുന്നേ ചെയ്ത സിനിമ ID എന്നൊരു സിനിമയാണ്, അത് ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അപ്പോൾ അദ്ദേഹം സിനിമ ഓൺ ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച സുഹൃത്തുക്കൾ തന്നെ അതിനകത്ത് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ഇങ്ങനത്തെ ഒരു റിക്വയർമെന്റ് വന്നപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവസരം ചോദിക്കലും പിന്നെ നീങ്ങ് പോരെന്ന് പറയുന്നു. അങ്ങനെ അത് ഓഡിഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു വളരെ സൗഹൃദത്തിന്റെ പേരിൽ ആ സിനിമയുടെ ഭാഗമാവണം. എൻ്റെ തുടക്കകാലമാണ്. അപ്പോൾ സിനിമ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു സെറ്റിൽ നിൽക്കുമ്പോൾ തന്നെ വേറൊരു എനർജി ആയിരുന്നു, കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. സോ ഫാർ ചേട്ടനെ സിനിമ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? ലൈക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ബാക്കപ്പോ ഒരു ഗോഡ് ഫാദറോ ഒന്നും ഇല്ലാത്ത സിനിമയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനോടുള്ള കടുത്ത പാഷൻ മൂലം അതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സും ചെയ്ത് എല്ലാം റെഡിയാണ്. സോ ഫാർ എങ്ങനെയാണ് സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്? സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല അനുഭവങ്ങൾ തന്നെയാണ് തന്നിരിക്കുന്നത്. ഓഫ് കോഴ്സ് അതിൻ്റെ ഇടയിൽ മോശമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ ഈ സിനിമയുടെ അനുഭവത്തിന്റെ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു 100 മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ സിനിമയിൽ ഒരു ദിവസത്തെ നല്ല എക്സ്പീരിയൻസ് മതി, നമുക്കതെല്ലാം മറക്കും. അതാണ് സംഭവിക്കുക. ചിലത് അറിയില്ല, ദൈവാനുഗ്രഹമാണോ എന്ന് അറിയില്ല. ഇപ്പോൾ ഞാനൊരു ഡൈ ഹാർട്ട് മമ്മൂട്ടി സാർ ഫാനാണ്. ഓക്കെ, മമ്മൂട്ടി സാറിനൊന്ന് കാണണം എന്ന് ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പോൾ സിനിമയിൽ ഇത്രയും പോകുന്നു, ഇത്രയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ബാഡ് എക്സ്പീരിയൻസോ, അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ് എന്നെക്കാളും ബാഡ് എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമ്മളൊന്നും ബാഡ് എക്സ്പീരിയൻസേ അല്ല. അപ്പോൾ ഈ മമ്മൂട്ടി സാർ ആ സ്റ്റേജിൽ കയറി ആ ഒരു മൊമെന്റ് മതി നമ്മുടെ പാസ്റ്റ് മുഴുവൻ മറക്കാൻ, അവിടുത്തെ നമ്മുടെ കഷ്ടപ്പാടെല്ലാം മറക്കാൻ ഒരു മൊമെന്റ് മതി. സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു മാജിക് ഉണ്ട്. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ജെന്യൂനായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് മറക്കാൻ ഒരു സാധനം സിനിമ തരും. അത് നമുക്ക് നമ്മൾ ഹൈയിലേക്ക് കൊണ്ടുപോകും. അതാണ് സിനിമയുടെ ഇത്. പിന്നെ നമ്മൾ ബാഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോഴേ, ഇപ്പോൾ ലോക സിനിമ ആയാലും നമ്മുടെ മലയാള സിനിമ ആയാലും ഈ സിനിമയുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ
ചോരയുടെ ചരിത്രമുള്ള ആളുകൾ ചോര കൊണ്ട് ചരിത്രം എഴുതിയ സിനിമയാണ് നമ്മുടെ സിനിമകൾ എന്ന് പറയുന്നത്. സിനിമയുടെ ഹിസ്റ്ററി അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ ജെസി ഡാനിയൽ അദ്ദേഹമാണെങ്കിലും അല്ലെങ്കിൽ PK റോസി, ഇവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കിയാൽ ഇവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ സിനിമേനെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ സിനിമയുടെ ഹിസ്റ്ററി. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടൊന്നും അല്ല, ഞാൻ ഇതുപോലെ കേട്ടിട്ടുണ്ട്. അത് എന്താ പറയാ, സിനിമ ആഗ്രഹിച്ചു പോയിട്ട് അവിടെ നിന്ന് ബാഡ് എക്സ്പീരിയൻസസ് കാരണം പിന്നീട് പോവാത്തവരെ പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് കിട്ടിയിട്ടും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും വീണ്ടും 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 ട്രൈ ചെയ്യുന്നവരെ പറ്റി കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഞാൻ ഇതിന് മുമ്പേ ആരോടോ സംസാരിച്ചപ്പോ എന്റെ ഒരു ഫ്രണ്ടും ഒരു നോൺ പേഴ്സൺ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്, എനിക്ക് സിനിമയിൽ നിന്ന് ഭയങ്കര മോശം അനുഭവമായിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ ചെയ്യാൻ, ഞാൻ അങ്ങനെ പോയി, എന്നെ അന്ന് അവിടെ മൊത്തം വെയിറ്റ് ചെയ്യിപ്പിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആള് പരാതി പറയാണ്. അപ്പോ തിരിച്ച് മറ്റേ പുള്ളി പറഞ്ഞു, നിനക്ക് ഒരു ദിവസത്തെ ഇത് കൊണ്ട് നീ അത് ബാക്ക് ഓഫ് ചെയ്തെങ്കിൽ നിനക്ക് ഉണ്ടായിരുന്നത് സിനിമയോട് അത്ര ആഗ്രഹം കുറവായിരുന്നു എന്നേ ഞാൻ പറയുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. ചേട്ടൻ അങ്ങനെ ഒരു അഭിപ്രായമാണോ? ഞാൻ ഡെഫിനറ്റ്ലി പറഞ്ഞു, നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ നമ്മൾ ഒരുപക്ഷെ നമ്മൾ സിനിമ എന്താ, സിനിമ ഒരു മാസ് മീഡിയ ആണ്. അപ്പോൾ അതിൻ്റെ വരുന്ന നമ്മൾ അതിന് ബാഡ് എക്സ്പീരിയൻസിന് ഇന്റൻസിറ്റി ചിലപ്പോൾ കൂടിയെന്ന് വരും. പക്ഷെ അതിൻ്റെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒരു ആളുകളിൽ പോപ്പുലർ ആവും, പെട്ടെന്ന് ഫെമിലിയർ ആവും. പക്ഷെ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ വേറെ ഒരു ഫീൽഡിലും ബാഡ് എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറയാൻ പറ്റും? ഇതിനേക്കാളും ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് ബാക്കി എല്ലാ മേഖലയിലും ഉണ്ട്. ഒരു എഞ്ചിനീയർ പോകുന്ന അല്ലെങ്കിൽ IT ജോബിന് പോകുന്ന ആളുകളുടെ ഇടയിൽ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നെ മാനേജർ അങ്ങനെ ട്രീറ്റ് ചെയ്തു, ഇങ്ങനെ ട്രീറ്റ് ചെയ്തു, സാലറി തുച്ഛമായ സാലറിയിൽ കുറേ കാലം പോയിട്ട് അതിനുശേഷം വന്ന ആളുകൾക്ക് സാലറി കൂടുതൽ കൊടുത്ത്, ഇപ്പം ഒന്നും വേണ്ട, നമ്മൾ വക്കീൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്പീരിയൻസ് നമുക്ക് അറിയില്ല. അപ്പോൾ എല്ലാവരുടെയും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ സിനിമയിൽ ആളുകൾ പോകുമ്പോൾ സിനിമ ആളുകളെ അട്രാക്ട് ചെയ്യുന്ന മെജോറിറ്റിക്ക് ഇതിൻ്റെ ഒരു ഗ്ലാമർ ഉണ്ട്. അപ്പം അത് പ്രതീക്ഷിച്ചിട്ടായിരിക്കാം ഒരുപാട് പേര് വരുന്നത്. അപ്പോൾ ഈ ബാഡ് എക്സ്പീരിയൻസ് വരുമ്പോൾ ഈ റിയാലിറ്റി മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും. നമ്മൾ ഒരു പ്രതീക്ഷ വന്നിട്ട് ഈ ഒരു ഗ്ലാമറിലായിരിക്കാം, പക്ഷെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അത് ടാക്കിൾ ചെയ്യാൻ ഇത്തിരി സമയം, ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷെ ഈ ബാഡ് എക്സ്പീരിയൻസ് അനുഭവിച്ചവനാണ് അവന്റെ വിഷമം അറിയുള്ളൂ. അവന് ചിലപ്പോൾ അവന്റെ മനസ്സിന്റെ വലുപ്പം അല്ലെങ്കിൽ അവന്റെയോ അവളുടെയോ അവരുടെ മനസ്സിന്റെ വലുപ്പം, ആ ദിവസത്തെ ട്രോമ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മുടെ കണ്ണിൽ അത് ചെറിയ ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിലും അവർക്ക് ചിലപ്പോൾ വലുതായിരിക്കും. നമുക്കത് ഒരാളെ വിലയിരുത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ ബാഡ് എക്സ്പീരിയൻസ് എന്നല്ല, ഇതിന്റെ ഒരു സ്റ്റേജ് അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ജെന്യുവിൻലി അതിന് വേണ്ടിയിട്ട് നോക്കും. ജെന്യുവിൻലി ഒരു വാക്കാണെങ്കിലും അതിന്റെ അർത്ഥം വലുതാണ്, പവർ ഭയങ്കര കൂടുതലാണ്. അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കും, അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ വർക്കും ഭയങ്കര ലെങ്ത് ആണ്. നമുക്കൊരു ദിവസം വരും, അത് എന്ന് വരുന്ന എനിക്കറിയില്ല, അത് പറയാൻ ഞാനിപ്പോൾ ആളല്ല. നമ്മളിപ്പോൾ പലരുടെയും, ഇപ്പോൾ മമ്മൂട്ടി സാറിന്റെ ചമയങ്ങളില്ലാത്ത പുസ്തകം വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അദ്ദേഹം ഇന്ന് നിങ്ങൾ പറഞ്ഞല്ലോ രാജാവ് എന്നൊക്കെ, അദ്ദേഹത്തിന് തുടക്ക കാലഘട്ടത്തിൽ അനുഭവിച്ച ട്രോമാസ് അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസ്, ആ ഒരു സ്റ്റേജുകളിൽ നിന്നാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. ആരായാലും ഒരുപാട് പേര്, ഇപ്പോൾ നമ്മളിപ്പോൾ തിലകൻ സാറിന്റെ പുസ്തകം വായിച്ചാലും അല്ലെങ്കിൽ ഇപ്പോൾ NN പിള്ള സാറുടെ ഞാനൊരു പുസ്തകം വായിച്ചാലും ഒരിക്കലും അവരുടെ എക്സ്പീരിയൻസ് സോ സ്വീറ്റ് അല്ല. അവർക്കൊരു സ്ഥാനം ഇന്ന് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്താനുള്ള അവരുടെ യാത്ര ഭയങ്കര കഷ്ടപ്പാടുള്ളതായിരുന്നു. അതുകൊണ്ട് ബാഡ് എക്സ്പീരിയൻസ് ഹാപ്പൻസ്. ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ എക്സ്പീരിയൻസിലൂടെ തന്നെ ഒരാൾ കടന്ന് വലിയ വിജയങ്ങൾ നേടിയെടുക്കണമെന്ന് തോന്നുന്നു അല്ലേ? അത് പറയാൻ പറ്റും, എനിക്ക് അറിയില്ല, എനിക്ക് അതൊന്നും പറയാൻ അല്ല. ഇപ്പൊ നമ്മള് അല്ല, എനിക്കറിയില്ല, ബിക്കോസ് അത് അല്ലാത്ത ആൾക്കാരും ആയിട്ടുണ്ട്, എനിക്ക് അറിയാൻ പാടില്ല ഇതിനെക്കുറിച്ച്. അങ്ങനെ ഇതെന്ന് പറയും, നമ്മളിപ്പോ ഇപ്പൊ A+B² എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു ഫോർമുല ഇല്ലല്ലോ. അപ്പൊ നമ്മൾ കത്ത് എഴുതുന്ന സമയത്ത് അതിന്റെ ഡേറ്റ് ഇപ്പുറത്ത് എഴുതണം, സൈനേച്ചർ ഇവിടെ ഒരു ഫോർമുല ഉണ്ട്. പക്ഷെ സിനിമയിൽ നമുക്ക് ആസ് ഓഫ് നൗ ഒരു ഫോർമുല ഇല്ല. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അതുകൊണ്ട് ചിലവർക്ക്, ഞാൻ കേട്ടിട്ടുണ്ട്, ആ ആക്ടറിന്റെ പേര് മറന്നത്, ഫസ്റ്റ് ഓഡിഷൻ തന്നെ ക്രാക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി, ഫസ്റ്റ് ഓഡിഷൻ തന്നെ അടിച്ചിട്ടുണ്ട്, ആ പടത്തിലെ നായകനാണ്, പുള്ളി സർവൈവും ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഫസ്റ്റ് ഓഡിഷൻ അടിക്കണം നിർബന്ധമില്ല. അദ്ദേഹത്തിന് ഞാൻ സംസാരിച്ച സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്തും അത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ എനിക്ക് ദൈവം സഹായിച്ച് ഫസ്റ്റ് ഓഡിഷനിൽ തന്നെ എല്ലാം കൊണ്ട് ഒത്തുവന്നു, ഇപ്പോഴും ഞാൻ സർവൈവ് ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് ഓഡിഷൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളെയും ആൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഒരുപാട് പേര്, നമ്മളിപ്പോൾ രജനി സാർ ഇന്ന് നമ്മൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ്, അദ്ദേഹത്തിന്റെ ബുക്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹം അനുഭവിച്ച ട്രോമാസ് ചില്ലറയല്ല. സത്യമല്ലേ? അന്നത്തെ കാലത്ത് ഇപ്പൊ രജനി സാറ് അന്നത്തെ നമ്മുടെ ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ തമിഴ് സിനിമ നോക്കുന്ന സമയത്ത് ഒരു നായക സങ്കല്പവും ഇല്ലാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ
അന്ന് നായക സമ്പല് ഒരു എന്താ ഇത്ര നിറം ഉണ്ടാവണം, ഇത്ര രൂപം ഉണ്ടാവണം, പ്രൊപ്പോർഷൻ. ഇപ്പോഴാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പിന്നെയും കുറച്ചും കൂടെ ലുക്സിനൊക്കെ അതെ മാറ്റർ മാറി തുടങ്ങി. അതെ 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 അതെ. അന്നൊക്കെ അത് ഭയങ്കര മാറ്റർ ആയിരുന്ന സമയം തന്നെയായിരുന്നു. എല്ലാവരും ബാഡ് എക്സ്പീരിയൻസിലൂടെ പോയിട്ടുണ്ടെന്നാണ്. പക്ഷെ അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ഇതിനെ കുറിച്ച് പറയാൻ എനിക്കും അറിയില്ല. അത് ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടെ അല്ലാത്തവരും രക്ഷപ്പെട്ടവരുണ്ട്. പക്ഷെ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മൾ സിൻസിയർ ആയിട്ട് അപ്രോച്ച് ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് സിനിമകൾ കാണുന്ന ആളാണെന്ന് തോന്നുന്നു. അത്യാവശ്യം മറ്റേ ഇങ്ങനെ കുത്തിയിരുന്ന്, എനിക്ക് തോന്നുന്നു മൂവി എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് കുറെ മൂവി, എനിക്കിപ്പോ ഈ സംസാരത്തിൽ നിന്ന് മൂവീസ് കാണും, കുറെ ബുക്സ് വായിക്കുന്ന, ഇതിനെ പറ്റിയിട്ട് പറ്റാവുന്ന മാക്സിമം അറിവുകൾ മൊത്തം ശേഖരിച്ച് കൊണ്ട് നടക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെയല്ല, ഇതെന്താ വെച്ച് പറഞ്ഞാൽ ഇത് വലിയൊരു വാസ്റ്റ് ഏരിയ ആണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ ഞാൻ ആദ്യം മതി ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു മീഡിയം പെർഫോമർ ആണ്. മീഡിയം പോലും എത്തിയിട്ടുള്ള സംശയമാണ് എനിക്ക്, അത്ര പോലും ഞാൻ വിലയിരുത്തുന്നില്ല. അണ്ടർ മീഡിയം പെർഫോമർ ആയിട്ടേ കണക്കൂട്ടുന്നുള്ളൂ. പക്ഷെ പാഷൻ, അപ്പം നമ്മൾ പെർഫോമൻസ് അല്ലെങ്കിൽ എൻ്റെ സ്കില്ല് ഫൈൻ ട്യൂൺ ചെയ്യാൻ എന്തൊക്കെയാണ് ഒരു വഴി. അപ്പോൾ ഒരുപക്ഷെ പുസ്തകം വായിക്കാൻ എനിക്ക് ഇഷ്ടമായിട്ട് വായിക്കുകയല്ല, പക്ഷെ അതിന്റെ ബൈ പ്രോഡക്റ്റ് എനിക്ക് ക്രാഫ്റ്റ് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റുന്നുള്ള ലെവലിൽ പുസ്തകങ്ങൾ വായിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പൊ സിനിമകൾ കാണുന്നത് വേൾഡ് ലെവലിലോ, അല്ലെങ്കിൽ പരമാവധി സിനിമകൾ കാണുമ്പോൾ അതിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ക്രാഫ്റ്റിലേക്ക് ഗുണം കിട്ടാം. ഭയങ്കര സെൽഫിഷ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് സിനിമ എന്തൂസിയാസ്റ്റ് ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ആവശ്യം എന്റെ ക്രാഫ്റ്റ് ഫൈൻ ട്യൂൺ ചെയ്യണം, എന്റെ ആവശ്യം. അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ഇപ്പൊ അഡ്വർടൈസ്മെന്റ്സ് ആണ് കൂടുതലും ചെയ്യണേന്ന് തോന്നുന്നു അല്ലേ? സിനിമകളില്ലല്ലോ, നമ്മുടെ കാര്യങ്ങൾ നടക്കണമല്ലോ. ഓക്കെ, എങ്ങനെയാണ് ഇപ്പം നമുക്ക് അഭിനയം ആണ് ഇമ്പോർട്ടൻസ് അല്ലേ? ആഡ് ആണോ, അല്ലെങ്കിൽ വേറെ അങ്ങനെ ഒരു ഇന്ന സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ എന്നുള്ളൊരു സംഭവം ഇല്ല? അങ്ങനെ വാശി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ പറ്റും. അവസരങ്ങൾ വരുന്നു, ആഡുകൾ മോശമല്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ട്. മെയിൻലി ഇപ്പൊ നടക്കുന്നത്, ഞാൻ പറഞ്ഞത് അതിന്റെ മെജോറിറ്റി പോർഷൻ നടക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ആഡ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പോകുന്ന കമ്പനീസ് നമ്മൾ വീണ്ടും വീണ്ടും വിളിക്കുന്നുണ്ട്. എന്തൊക്കെയോ മോശമല്ലാത്ത രീതിയിൽ ഞാൻ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ എന്താ വെച്ച് പറഞ്ഞാൽ അതിനൊരു നമുക്ക് സ്ഥിരമായിട്ട് പോകേണ്ട, ഫ്രീലാൻസിങ് ആയിട്ടാണ് ചെയ്യുന്നത്. ഫ്രീലാൻസിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് ചെയ്യാം. ഞാനിപ്പോ എന്റെ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ ഞാൻ ഇത് തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്റെ അടുത്ത് ആള് പറയുന്നുണ്ടായിരുന്നു, ലൈക്ക് ആള് സിംഗറാണ്, പാട്ട് പാടി കഴിഞ്ഞിട്ട് ഒരവസരം കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്, പേയ്മെന്റ് തരാതെ. അപ്പം ആള് പറയുന്നത് എനിക്ക് അങ്ങനത്തെ അവസരം വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. അല്ല, കുറെ പേർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാട് പേരല്ല, കുറച്ച് പേര്. നമ്മളിപ്പം ജനറലൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്നൊരു അർത്ഥമല്ല. ഫ്രീലാൻസിങ് ആണെങ്കിൽ പിന്നെ ഫ്രീ ഓഫ് കോസ്റ്റിന് വരാലോ എന്നൊരു, അതായത് ആ ഒരു അവസരം കണ്ടിട്ട് ചാടി വന്നോളും, അവര് വന്ന് ചെയ്തോളും, ആ ഒരു രീതിക്ക് ലാഘവത്തിൽ എടുക്കുന്ന പോലെ. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഫ്രീ ആയിട്ട് ചെയ്യാൻ ഉണ്ടോ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി അവരെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം കിടക്കുന്നത്. അതിൽ മെജോറിറ്റി ആൾക്കാർ എന്തായാലും അവരുടെ ഒരു ഫുൾ ടൈം ജോബ് വേറെ ആയിരിക്കാം, അതിന്റെ ഇൻകം വേറെ ഒന്നായിരിക്കും. പിന്നെ അവർക്ക് ഒരു ദിവസം ആഡിന് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു വീഡിയോ പ്രസന്റേഷൻ വരുന്ന സമയത്ത് അവർക്ക് അതിന് ജോലി നടക്കുന്നുണ്ട്. ഇവിടെ ഈ പരിപാടി ഒന്നും അവരവരുടെ വിഷമം, അവരുടെ ഒരു ആഗ്രഹം അങ്ങ് തീർത്തിട്ട് പോകുന്നു. പക്ഷെ ഞാൻ പറയുന്ന സമയത്ത് നമ്മൾ ഒരുപക്ഷെ ഒരു വർക്കൊക്കെ നമ്മൾ സൗഹൃദത്തിന്റെ പേരിൽ ചെയ്തു കൊടുക്കാം, പക്ഷെ അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കരുത്. നമ്മൾ വർക്ക് കണ്ടിട്ട്. പക്ഷെ ഇപ്പോഴത്തെ കേസ് എന്താ വെച്ച് പറഞ്ഞാൽ, ആദ്യ കാലഘട്ടത്തിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വർക്കൊന്ന് ഷോക്കേസ് ചെയ്യണമല്ലോ. അപ്പൊ നിങ്ങളുടെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് ഉറപ്പില്ല. അപ്പൊ ഞാനൊന്ന് ചെയ്ത് തന്നാലാണ് ഓക്കെ ഫൈൻ, ദെൻ ഇറ്റ്സ് ഫൈൻ. പക്ഷെ ഇപ്പോഴത്തെ കേസിൽ നമ്മൾ ചെയ്ത വർക്ക്സ് അയച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നോക്കണ്ട, എന്റെ വർക്ക് കണ്ടിട്ട് വിളിച്ചാ മതി. ഇപ്പൊ അങ്ങനെയായി. എല്ലാവർക്കും ബില്ലുകളില്ലേ? നിങ്ങൾക്കും ബിൽസ് ഉണ്ട്, എനിക്കും അടയ്ക്കണമല്ലോ. അതെ, അത് ശരിക്കും ഞാൻ കഴിഞ്ഞ ഇതിനകത്തും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം. അതായത് അതെന്തുകൊണ്ടായിരിക്കും ഈ കലാകാരന്മാരുടെ അടുത്ത് മാത്രം ഇങ്ങനെ ഒരു സർവീസ് ആയിട്ട് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത് എന്തായിരിക്കും? കലാകാരന്മാര് ചെയ്യുന്നത് ഒരു ജോലിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാത്തത് എന്തായിരിക്കും ആൾക്കാർ? അത് കലയാണല്ലോ. അതുകൊണ്ടായിരിക്കും ആക്ച്വലി നമ്മളിതിന്റെ ഇപ്പൊ
പക്ഷെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരുപാട് സ്ഥലത്ത് മറ്റേ പേയ്മെന്റ് ഇഷ്യൂ അല്ലെങ്കിൽ പേയ്മെന്റ് കൊടുക്കാത്ത കേസ് പല ഫീൽഡിലും ഉണ്ട് കേട്ടോ. ആദ്യകാലം നമ്മളിപ്പോൾ സ്റ്റൈഫൻഡോട് കൂടിയിട്ട് പലവടിയും വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു 3 മാസം വർക്ക് ചെയ്ത് നോക്കൂ എന്നിട്ട് പേയ്മെന്റ് തരാമെന്ന് പലവടിയും പറയുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു പോപ്പുലാരിറ്റി ഭയങ്കര കൂടുതലായതുകൊണ്ട് അവിടെ നടക്കുന്നത് കുറച്ചും കൂടി ആളുകളിലോട്ട് സ്പ്രെഡ് ആവാൻ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്റെ തോന്നലാണ്. നാളെ ചിലപ്പോൾ പുതിയ അറിവ് വരുമ്പോൾ തെറ്റുണ്ടോ. ഓക്കെ, ഇനി എന്താണ് അപ്പൊ അപ്കമിങ് പ്രോജക്ട്സ് ഒക്കെ? അപ്കമിങ് പ്രോജക്ട്സ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാനോ ഞാൻ സെലക്ട് ചെയ്യാനോ ആളല്ല. ഞാൻ എൻ്റെ അടുത്ത് കഥകൾ പറയുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, ഞാൻ എല്ലാം ഓക്കെ എന്ന് പറയുന്നുണ്ട്. ആ പ്രോജക്റ്റ് ഓൺ ആവണം, പിന്നെ അവർക്ക് ഞാൻ ഓക്കെ കേസുള്ളൂ. പിന്നെ കുറച്ച് പടങ്ങൾ ചെയ്ത് പടങ്ങളുണ്ട്. അത് എനിക്ക് പ്രൊഡക്ഷൻ ഹൗസ് പുറത്തു വിടാതെ എനിക്കൊന്നും പുറത്ത് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാം അവരുടെ ഡിസിഷനിലാണ്. ചിലപ്പോൾ അവസാനം ഓക്കെ ആ സീൻ വേണ്ട കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞത്. അപ്പോൾ 1-2 പ്രോജക്റ്റ് പൈപ്പ് ലൈനിൽ അബൌട്ട് റിലീസ് ഉണ്ട്. അത് ഒന്നേ ഉള്ളൂ, മലയാള സിനിമയല്ല. ഓക്കെ. ഇതിനിടയ്ക്ക് തെലുങ്കിലൊക്കെ വേറെ മൂവീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? തെലുങ്കില് നാരോടി മൃദു നടനാന്നൊരു സിനിമ ചെയ്തിരുന്നു. അതില് മലയാളിയായിട്ടാണ് ചെയ്തത്. അതിന്റെ ഷൂട്ട് ഇവിടത്തെ കൊച്ചിയിൽ തന്നെ ആയിരുന്നു. അതും ചെയ്തൊരു 2020 ചെയ്തതാണ്. അത് തെലുങ്ക്. ഇനി ഒരു മലയാളമല്ല, ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമ. അത് ഞാൻ ആദ്യം അവരുടെ നിന്ന് എൻ്റെ ഭാഗമുണ്ടെന്നും എന്തെങ്കിലും ഒന്ന് പുറത്ത് മീൻസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. അവർ ആ സിനിമയെ കുറിച്ച് ഒരു വലിയ ബ്രാൻഡ്, വലിയൊരു ബാനറിലാണ് ആ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു മൾട്ടി ലാംഗ്വേജ് ആണ്. പക്ഷെ ആ പടത്തിൽ ബാക്കിയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അതായത് അഭിനയിച്ചിട്ട് കാണാൻ വേണ്ടി പോയിട്ട് ഇല്ലാതെ വന്ന അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ഫോളോ ചെയ്യുന്ന എൻ്റെ ഒരു ഇത് എന്താ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സിനിമയെ കുറിച്ചൊന്നും പുറത്ത് പറയില്ല. ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടില്ല. ലെറ്റ് ദ സിനിമ സ്പീക്ക്, സിനിമ സംസാരിക്കട്ടെ. അപ്പോൾ ഇതിപ്പോ കളങ്കാവലിലാണെങ്കിലും ഞാനായിട്ട് ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ കളങ്കാവലിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത്. അത് ട്രെയിലർ വന്ന സമയത്ത് ട്രെയിലറിൽ എൻ്റെ സീക്വൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ ഡീകോഡ് ചെയ്യുകയും അത് സ്ക്രീൻഷോട്ട് എടുക്കുകയും ഞാൻ പറഞ്ഞില്ലല്ലോടാ എന്ന ആള് സ്നേഹത്തിന്റെ പേര്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിൽ ഉണ്ടെന്ന് പുറത്തറിയുന്നത്. അല്ലെങ്കിൽ ഞാനും ആ സിനിമയിൽ മാത്രം. ഡയറക്ടർ പറയാം, ഈവൻ ജിതിൻ 1-2 എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് സുശീലനുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ജിതിന്റെ ഒരു എനിക്ക് സർപ്രൈസ് ആയിട്ട് ട്രെയിലറിൽ എൻ്റെ ഒരു ഫേസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അല്ല, അപ്പം അതെന്താ അങ്ങനെ ഞാനും സിനിമയും മാത്രം അന്ന് പറഞ്ഞതിന്റെ കാര്യം? ഞാനും സിനിമയും മാത്രം എന്നല്ല, സിനിമയായിട്ട് നമ്മളെ പുറത്ത് പറയുന്ന സമയത്ത് അതല്ല എൻ്റെ ഒരു ഭംഗി. ഒരുപാട് കാരണങ്ങളുണ്ട് സിനിമ റിലീസ് ആവാതിരിക്കും. ഞാൻ കളങ്കാവലിനെ കുറിച്ചല്ല പറയുന്നത്. ഒരുപാട് സിനിമകൾ നമ്മൾ ഇപ്പോഴും പറയാം റിലീസ് ആവാത്തത്. പിന്നെ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മൾ പലരുടെയും കണ്ടിട്ടുണ്ട്. അവര് ഒരുപാട് സീക്വൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് കട്ട് ചെയ്തത്. നമ്മളിപ്പോ ഫേമസ് ആയിട്ട് നമ്മുടെ ജഗദീഷ് ചേട്ടന്റെ ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്, കിലുക്കത്തിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, പടം പുറത്തുവരുമ്പോ അദ്ദേഹം ഇല്ല, ഒരു പാട്ട് സീനിൽ എന്തോ മാത്രമേ പുള്ളി ഉള്ളൂ. ജഗദീഷ് ചേട്ടൻ അന്ന് തുടക്കക്കാരനൊന്നല്ല, അന്ന് അദ്ദേഹം പ്രോമിനന്റ് ആക്ടർ ആയിരുന്നു. ശരിയാണ്, ഇതൊക്കെ പ്രോമിനന്റ് ആയിട്ടുള്ള സീക്വൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. കട്ട് ചെയ്തു പോയി. അപ്പൊ ആർക്കും സംഭവിക്കാം. പിന്നെ ചിലപ്പോൾ സിനിമയുടെ ലെങ്ത് കാരണോ അല്ലെങ്കിൽ ആ സീക്വൻസ് വർക്ക് ആവുന്നില്ല, അവന്റെ റീഷൂട്ട് ചെയ്യുമ്പോൾ വേറെ ആളിനെ സ്വാപ്പ് ചെയ്യാം. അങ്ങനത്തെ ഒരുപാട് റീസൺസ് ഉണ്ട്. പിന്നെ സിനിമയുടെ റിലീസ് എങ്ങനെ വഹിക്കാം, നമ്മൾ അത്രയും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ സിനിമ സിനിമ തരുന്നത് വാങ്ങിക്കുക, നമ്മളായിട്ട് വെറുതെ എന്നാണ് എൻ്റെ ചിലപ്പോൾ ഞാൻ പറഞ്ഞതെല്ലാം എൻ്റെ ഒരു വിശ്വാസത്തിലാണ്. നാളെ ചിലപ്പോൾ പുതിയ അറിവ് കിട്ടുമ്പോൾ നമ്മുടെ ധാരണ മാറുമല്ലോ. തന്നെയാണല്ലോ അത് കറക്റ്റ് ഒരു പോയിന്റ് ആയിട്ടോ. കാരണം ഞാനിപ്പോ പല പണ്ടത്തെ നടിമാരുടെയൊക്കെ പഴയ അവർ ഇന്റർവ്യൂസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പം അവരുടെ ക്യാരക്ടർ മാറി, അല്ലെങ്കിൽ അഭിപ്രായം മാറി, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാരും വിമർശിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് ഓരോ സമയത്ത് ഓരോ അഭിപ്രായങ്ങളായിരിക്കും ഓരോരുത്തർക്കും, അല്ലേ? അതങ്ങനെ നമ്മുടെ ഓരോ ദിവസം ഓരോ അറിവ് നേടുകയല്ലേ. നമ്മൾ LKG പഠിച്ചല്ലോ UKG പഠിക്കുന്നത്. ഈ ഒരു പുതിയ അറിവ് കിട്ടുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്, നമ്മുടെ വിഷ്വൽ, നമ്മുടെ ഓറിയന്റേഷൻ മാറും. അപ്പൊ നമ്മളുടെ ഒരു അഭിപ്രായങ്ങൾ മാറില്ല. ഞാൻ 10 വർഷം മുന്നേ പറഞ്ഞ അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഞാൻ പറഞ്ഞത് സോളിഡ് ആയിട്ടുള്ള അഭിപ്രായത്തിനെ കുറിച്ചല്ല. ഞാൻ പറഞ്ഞ അല്ലാതെ ഉള്ള അഭിപ്രായങ്ങൾ ധാരണ മാറിയില്ലെങ്കിൽ ഞാൻ ഈ 10 വർഷം എനിക്കൊരു അറിവ് കിട്ടിയിട്ടില്ലല്ലോ. അറിവ് കിട്ടുമ്പോൾ നമ്മൾ അറിവ് കിട്ടില്ല. നമ്മൾ ഡെയിലി ഓരോ അറിവുകൾ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടും കാര്യങ്ങളായിട്ട് അറിവുകൾ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ നമ്മളുടെ ഒരു നോളജ് മാറും, ഇവോൾവ് ആവും, നമ്മൾ ഫൈൻ ട്യൂൺ ആയിക്കൊണ്ടിരിക്കല്ലേ. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അതെ, തീർച്ചയായും. അപ്പൊ ബ്രില്യന്റ് ആയിട്ട് ആ ഒരു വേർഡ് അവിടെ ഇട്ടത് കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് തൽക്കാലം പറയാം. അതെ, ഓക്കെ. അപ്പം
ശരിക്കും കളങ്കാവലിലേക്ക് കോൾ വന്നത് എങ്ങനെയായിരുന്നു? കളങ്കാവിലേക്ക് കോൾ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് അതിന്റെ ഡയറക്ടർ ജിതിൻ കെ ജോസ് നമ്മുടെ കുറുപ്പിന്റെ റൈറ്ററാണ്. അപ്പോൾ ജിതിന് കുറിപ്പ് തൊട്ട് എനിക്ക് ഞാൻ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ജിതിൻ ഇങ്ങനെ പടം ഓണായ വിവരം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്. പക്ഷെ ഓഫ് കോഴ്സ് എനിക്കറിയാം ആ പടത്തിൽ ഞാനില്ല, എനിക്ക് സാധ്യത വളരെ കുറവാണ്, കാരണം ഇതൊരു വലിയ സിനിമയാണല്ലോ. അപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ബൈക്കിൽ പോകുന്ന സമയത്ത് എനിക്കൊരു കോൾ വരികയാണ്. അപ്പോൾ സുശീലല്ലേ, അപ്പോൾ അവിടെ നിന്ന് ഒരു പേര് പറഞ്ഞു, പക്ഷെ എനിക്ക് ബൈക്കിൽ കേട്ടില്ല. അപ്പോൾ ജിതിൻ്റെ പടത്തിന് വിളിക്കുകയാണ് എന്നും പറഞ്ഞു. അപ്പോൾ ജിതിൻ, ഏത് ജിതിൻ, ഞാൻ ഷോർട്ട് ഫിലിമിനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ ആരത് വിളിക്കുന്നവൻ? ഞാനിങ്ങനെ ബൈക്കിൽ നിന്ന് ആലോചിച്ച് പെട്ടെന്നാണ് ജിതിൻ കെ ജോസ് എന്നൊരു പേര്. അയ്യോ, ജിതിൻ പോലും എന്നെ വിളിച്ചിട്ട് ഈ പടത്തിലുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വിളിച്ചു നോക്കുമ്പോൾ ആ വിളിച്ചത് ആരോമ മോഹനാണ്, അതായത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പൊ അദ്ദേഹമാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ചിട്ട് ജിതിന്റെ പടത്തിലേക്കാണ്. അപ്പൊ ഞാൻ മനസ്സിലായി. അപ്പോൾ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ റീകൺഫേം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ ഇത്ര ദിവസത്തെ ഷൂട്ടായിരിക്കും, അപ്പോൾ അതിൽ ഇത്ര ദിവസം നിങ്ങൾക്കുണ്ട്, അപ്പോൾ നിങ്ങളുടെ പേയ്മെന്റ് എത്രയാണ്, അങ്ങനെ പേയ്മെന്റിന്റെ കാര്യങ്ങളും ഡേറ്റ്സ് ഒക്കെ വളരെ സോ പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ചേട്ടാ ഓക്കെ സെറ്റ്, അപ്പോൾ എനിക്കൊന്നും ആലോചിക്കാനില്ല, ഓക്കെ ആണെന്ന് പറയുന്നു. അങ്ങനെ കോള് കട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് ഞാൻ ജിതിനെ വിളിക്കുന്നത്. ജിതിൻ ബ്രോ എന്നെ പ്രൊഡക്ഷനിൽ വിളിച്ചു. ഞാൻ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിതിൻ ബ്രോ, സാധാരണ ഒരാൾ വിളിച്ചിട്ട് നീ ഫ്രീ ആണോ, നിന്നെ ഞാൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിന്റെ ഫോട്ടോ അയച്ചതാ, പ്രസന്റ് ലുക്ക് ഇതാ, ഇതൊന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യേണ്ട ക്യാരക്ടർ, നിങ്ങൾ സിനിമ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതിനകത്തൊരു ക്യാരക്ടർ തമിഴ് ക്യാരക്ടർ, എനിക്ക് തമിഴ് സംസാരിക്കാൻ അറിയുമോ എന്ന് പോലും ജിതിൻ ചോദിച്ചിട്ടില്ല. ജിതിന്റെ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊരു വിശ്വാസത്തിലാണ്. ജിതിന്റെ ഒരു റിസ്ക് ഫാക്ടറാണ്, ഇതിനെടുത്തത് റിസ്ക് ഫാക്ടറാണ്. എന്നെ എടുക്കുന്നു, വിളിക്കുന്നു, പിന്നെ അവിടെ പോയിട്ടാണ് തമിഴാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ആ ഒരു സ്ക്രിപ്റ്റ് സംസാരിക്കുന്നു, സ്ക്രിപ്റ്റ് എനിക്ക് അയച്ചു തന്നു, അത് വെച്ച് സംസാരിച്ചു. ജിതിനും ജിഷ്ണു, ഓഫ്കോഴ്സ് അതിന്റെ കോറൈറ്റർ ജിഷ്ണു ഉണ്ട്, അവരും എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് എന്തും ഒരു അവസ്ഥ വന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സൗഹൃദത്തിലേക്ക് അത് മാറി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ട്. ഞാൻ അതിനോട്ട് കയറുന്നത് വളരെ അധികം മോശമല്ലാത്ത രീതിയിൽ ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓരോ ഇടി കൊള്ളുമ്പോഴും പറയും വേദനിച്ചോ, കളങ്കാവില് സംഭവിച്ചത്. ദൈവം സഹായിച്ച് കുഴപ്പമില്ലാതെ വന്നു തോന്നുന്നു. അതെ, അതെന്തായാലും നോട്ടബിൾ ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് എനിക്കും തോന്നുന്നത്. സന്തോഷം. അതെ, ഓക്കെ. അപ്പം എന്തായാലും നമ്മളിപ്പോ കുറെ നേരമായി സംസാരിക്കുന്നുണ്ട്, കഥകൾ പറയുന്നു. അതെ, കഥകൾ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു യങ്, ഒരു ബഡ്ഡിങ് ആർട്ടിസ്റ്റിനെ ഞാൻ കാണുന്നുണ്ട്. അതെ അതെ അതെ, നമുക്കിനി അടുത്തൊരു ടൊവിനോ, ആസിഫ് അലി, ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഞാൻ കാണുന്നു ചേട്ടന്റെ ഒരു. ഇല്ല ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അങ്ങനെ തന്നെ ആഗ്രഹം, ലാലേട്ടൻ മമ്മൂക്ക ലെവൽ എത്തണമെന്ന് ആഗ്രഹിച്ചാലാണ് നമുക്ക് സംഭവിക്കട്ടെ. ഞാൻ ക്രാഫ്റ്റ് ഒന്നും മര്യാദയ്ക്ക് അല്ല, പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇത്രയും ട്രെയിൻഡ് ഒക്കെ ആയതിന്റെ ഒരു ഇതുണ്ടാവൂലോ. പ്ലസ് അതൊരു എപ്പോഴും ഒരു പ്ലസ് തന്നെയല്ലേ? പ്ലസ് തന്നെയാണ്. പക്ഷെ നമ്മൾ നോക്കുന്ന സമയം നമ്മളിപ്പോ ഏതൊരു ട്രെയിനിങ് നോക്കിയാലും, നമ്മൾ ആക്ടിംഗ് എന്നല്ല ഏത് തന്നെ ആയാലും, ഇപ്പോൾ നമ്മളിപ്പോ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇപ്പോൾ ഈ ശ്രീധരൻ മെട്രോമാൻ, അദ്ദേഹത്തിന്റെ ബാച്ചിൽ കുറെ പേര് പഠിച്ചിട്ടുണ്ടല്ലോ. ഇത്ര മെട്രോ പണിതതും അദ്ദേഹം മാത്രമല്ലേ പണിതിട്ടുള്ളൂ. അപ്പൊ നമുക്ക് പറയാം ട്രെയിനിങ് കഴിഞ്ഞ എല്ലാവരും എക്യുപ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ആ ട്രെയിനിങ് കഴിഞ്ഞു, പക്ഷെ ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണം. ചിലപ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ മാറാം, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് കണ്ടറിയാം. അപ്പോ വലിയ ഞാൻ പറയട്ടെ, ടോബിച്ചേട്ടൻ ലെവൽ, ആസിഫ് ഖാൻ ലെവലൊക്കെ ആവുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഇതുപോലെ കമ്പനി ആയിരിക്കണം കേട്ടോ. ഞാൻ അപ്പം വരുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ആരാ എവിടെയോ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല. അതെ, അപ്പൊ വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഞാൻ സൂപ്പർ സ്റ്റാർ സുശീലിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വരുമ്പോ എനിക്ക് അത് കിട്ടണം. യെസ്, എനിക്ക് ഇന്റർവ്യൂ തരാൻ വേണ്ടിട്ട് സൂപ്പർ സ്റ്റാർ ആവട്ടെ. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ ഓൾ ദ വെരി ബെസ്റ്റ്. ഈ പറഞ്ഞ പോലെ സൂപ്പർ സ്റ്റാർ ആയി മാറട്ടെ. താങ്ക് യു.